Hello dear friends, welcome to Teach English. ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ആണിത്. വൈൽ വി റീഡ്, ലെറ്റ്സ് റിവൈൻഡ് എന്നീ രണ്ട് സെക്ഷനിലുമുള്ള ചോദ്യങ്ങൾക്കുത്തരങ്ങൾ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ. എഴുതാനും പഠിക്കാനും എളുപ്പമാവാൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വായിക്കാം. Question A. Why do you think Gandhiji was considered the spiritual ambassador of India? എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ ആത്മീയ അംബാസഡറായി കണക്കാക്കിയതെന്ന് നിങ്ങൾ കരുതുന്നത്? Gandhiji was called the spiritual ambassador of India because he promoted non-violence, peace, and other moral values, inspiring people worldwide. അദ്ദേഹം അഹിംസ, സമാധാനം, മറ്റു ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമേകുകയും ചെയ്തതിനാലാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ ആത്മീയ അംബാസഡർ എന്ന് വിളിക്കുന്നത്. Question B. What, according to Gandhiji, is true bravery? ബി. എന്താണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ധീരത? True bravery, according to Gandhiji, is enduring suffering without retaliation and having a strong heart, not just physical strength. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ധീരത പ്രതികാരം ചെയ്യാതെ കഷ്ടപ്പാടുകൾ സഹിച്ചു നിൽക്കുന്നതും ശരീരബലത്തേക്കാളുപരി വളരെ സ്ട്രോങ്ങായ ഒരു ഹൃദയമുണ്ടായിരിക്കുന്നതുമാണ്. Question C. What is Gandhiji's view of education? വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ വീക്ഷണം എന്താണ്? Gandhiji believed real education is about developing character and moral strength, not just memorizing facts and passing exams. വസ്തുതകൾ മനഃപാഠമാക്കുന്നതും പരീക്ഷകളിൽ വിജയിക്കുന്നതും മാത്രമല്ല, സ്വഭാവവും ധാർമ്മിക ശക്തിയും വികസിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. Question D. What merit did Gandhiji see in Chaplin? ഗാന്ധിജി എന്ത് യോഗ്യതയാണ് ചാപ്ലിനിൽ കണ്ടത്? Gandhiji admired Chaplin for his connection to common people and his ability to bring joy to them. സാധാരണക്കാരുമായുള്ള ചാപ്ലിന്റെ ബന്ധത്തെയും അവർക്ക് സന്തോഷം നൽകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും ഗാന്ധിജി ചാപ്ലിനെ അഭിനന്ദിച്ചു. Question E. What, according to Gandhiji, are the areas in which a nation has to be self-reliant? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രം സ്വയം പര്യാപ്തമാകേണ്ട മേഖലകൾ എന്തൊക്കെയാണ്? According to Gandhiji, a nation must be self-reliant in producing its own cloth and food. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രം സ്വന്തം ആവശ്യത്തിനു വേണ്ട വസ്ത്രവും ഭക്ഷണവും ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തമായിരിക്കണം. Question F. How did Gandhiji correct various notions about Indian women? എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ചുള്ള വിവിധ സങ്കല്പങ്ങൾ, ധാരണകൾ തിരുത്തിയത്? Gandhiji emphasized the bravery and crucial role of Indian women in the freedom struggle, showing their strength and resilience. ഗാന്ധിജി ഇന്ത്യൻ സ്ത്രീകളുടെ ശക്തിയെയും പ്രതിരോധശേഷിയെയും കുറിച്ച് വ്യക്തമാക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ ധീരതയും നിർണായക പങ്കും ഊന്നിപ്പറയുകയും ചെയ്തു. Question G. Comment on the contributions of Indian women to the freedom struggle. സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ സ്ത്രീകളുടെ സംഭാവനകളെക്കുറിച്ച് കമന്റ് ചെയ്യുക. Indian women actively participated in protests, endured physical attacks, and filled jails, showing immense courage and supporting the movement. അപാരമായ ധൈര്യം കാണിക്കുകയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകൾ പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ശാരീരിക മർദ്ദനങ്ങൾ സഹിക്കുകയും ജയിലുകൾ നിറക്കുകയും ചെയ്തു. Question H. What is Gandhiji's concept of Indian independence? എന്താണ് ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സങ്കല്പം? Gandhiji's concept of independence involved achieving it through non-violent resistance and self-sacrifice, not as a gift from another nation. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സങ്കല്പം അത് അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിലൂടെയും ആത്മത്യാഗത്തിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ്, അല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ സമ്മാനമായിട്ട് സ്വീകരിക്കേണ്ട ഒന്നല്ല. Let's rewind. Revisit the passage and respond to the following questions. Question 1.
Complete the table below. പാസേജ് വീണ്ടും പരിശോധിച്ച് ഇനിപ്പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക. Non-violence is. Here fill in the following sentences. A. A weapon of the strongest. B. Requiring a strong heart, not muscle. C. Greater bravery to endure blows without retaliation. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അഹിംസയാണ് ശക്തരുടെ ആയുധം. ബി. മസിൽസ് അല്ല, ശക്തമായ ഹൃദയമാണ് വേണ്ടത്. സി. തിരിച്ചടിക്കാതെ പ്രഹരങ്ങൾ സഹിക്കലാണ് ഏറ്റവും വലിയ ധൈര്യം. Real education is. A. Developing character. B. Not just packing the brain with facts and figures. C. More than passing exams by reading numerous books. യഥാർത്ഥ വിദ്യാഭ്യാസമെന്നത് സ്വഭാവം വികസിപ്പിക്കുന്നു. ബി. വസ്തുതകളും കണക്കുകളും കൊണ്ട് തലച്ചോറിനെ പാക്ക് ചെയ്യുക മാത്രമല്ല. സി. നിരവധി പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷകളിൽ വിജയിക്കുന്നതിനേക്കാൾ. Question 2. What is Gandhiji's message of non-violence to the youth? ഗാന്ധിജി യുവാക്കൾക്ക് നൽകുന്ന അഹിംസയുടെ സന്ദേശം എന്താണ്? Gandhiji's message of non-violence to the youth is that non-violence is not a weapon of the weak but of the strong. True strength comes from having a strong heart, not muscle. Bravery is shown by enduring suffering and not retaliating against adversaries. അഹിംസ ദുർബലരുടെ ആയുധമല്ല, ശക്തന്റെ ആയുധമാണെന്നതാണ് യുവാക്കൾക്ക് ഗാന്ധിജി നൽകുന്ന അഹിംസയുടെ സന്ദേശം. പേശികളിൽ നിന്നല്ല, ശക്തമായ ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നത്. കഷ്ടപ്പാടുകൾ സഹിച്ചും എതിരാളികളോട് പ്രതികാരം ചെയ്യാതെയുമാണ് ധൈര്യം കാണിക്കുന്നത്. Question 3. Gandhiji is of the opinion that real education caters to the development of one's character. How far is this true of yourself? Explain, based on your own experience. യഥാർത്ഥ വിദ്യാഭ്യാസം ഒരാളുടെ സ്വഭാവവികസനത്തിന് ഉതകുന്നതാണ് എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ഇത് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ശരിയാണ്? നിങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുക. In my experience, real education indeed develops one's character. In school, I have learned not just academic subjects but also values like honesty, empathy, and teamwork. For example, participating in community service projects taught me the importance of helping others and working together for a common cause, which has helped shape my character positively. എന്റെ അനുഭവത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസം തീർച്ചയായും ഒരാളുടെ സ്വഭാവം വികസിപ്പിക്കുന്നു. സ്കൂളിൽ ഞാൻ അക്കാദമിക് വിഷയങ്ങൾ മാത്രമല്ല, സത്യസന്ധത, സഹാനുഭൂതി, ടീം വർക്ക് തുടങ്ങിയ മൂല്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, കമ്മ്യൂണിറ്റി സേവന പദ്ധതികളിൽ പങ്കെടുക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെയും ഒരു പൊതു ആവശ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെയും പ്രാധാന്യം എന്നെ പഠിപ്പിച്ചു. ഇത് എന്റെ സ്വഭാവത്തെ പോസിറ്റീവായി രൂപപ്പെടുത്താൻ സഹായിച്ചു. Question 4. What is Gandhiji's justification for the use of the spinning wheel? സ്പിന്നിംഗ് വീൽ ഉപയോഗിക്കുന്നതിന് ഗാന്ധിജിയുടെ ന്യായീകരണം എന്താണ്? Gandhiji justified the use of the spinning wheel as a means to provide employment to the peasant population of India during their 6 months of unemployment. He believed that every nation should be self-contained in producing its own cloth and food, reducing dependence on other nations. 6 മാസത്തെ തൊഴിലില്ലായ്മയുടെ സമയത്ത് ഇന്ത്യയിലെ കർഷകർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു മാർഗമായി സ്പിന്നിംഗ് വീൽ ഉപയോഗിക്കുന്നതിനെ ഗാന്ധിജി ന്യായീകരിച്ചു. ഓരോ രാജ്യവും സ്വന്തം തുണിയും ഭക്ഷണവും ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. Question 5. Describe the meeting between Gandhiji and Chaplin. ഗാന്ധിജിയും ചാപ്ലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവരിക്കുക. In the meeting between Gandhiji and Chaplin, Chaplin expressed interest in Gandhiji's spinning wheel and asked why he was against machinery. ഗാന്ധിജിയും ചാപ്ലിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിംഗ് വീലിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും യന്ത്രങ്ങൾക്ക് എതിരായത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയും ചെയ്തു. Gandhiji explained that the spinning wheel was essential to providing employment to Indian peasants and promoting self-reliance in cloth production.
ഇന്ത്യൻ കർഷകർക്ക് തൊഴിൽ നൽകുന്നതിനും തുണി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്പിന്നിംഗ് വീൽ അത്യന്താപേക്ഷിതമാണെന്ന് ഗാന്ധിജി വിശദീകരിച്ചു. Gandhiji appreciated Chaplin's connection with common people and his ability to bring joy to them. സാധാരണക്കാരുമായുള്ള ചാപ്ലിന്റെ ബന്ധത്തെയും അവർക്ക് സന്തോഷം നൽകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും ഗാന്ധിജി അഭിനന്ദിച്ചു. ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ആക്ടിവിറ്റികൾ മറ്റൊരു വീഡിയോയിൽ. Thank you for watching this video.